ശ്രീ വി കെ സനോജ് നോക്കൂ, ഇന്നിപ്പോൾ അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് വയനാടിനെ സഹായിക്കണമെന്നുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കുന്നതിൽ അങ്ങ് കയ്യിൽ എടുത്തു വെച്ച് പ്രതിജ്ഞ ചൊല്ലിയ നൈസ മോളെ പ്രധാനമന്ത്രിയും വന്ന് ആശ്ലേഷിച്ച് ചേർത്ത് പിടിച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കേന്ദ്രത്തിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വിഘാതം നിൽക്കുന്ന എന്താണ്? അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വീഴ്ചയാണ് എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇനോർഡിനേറ്റ്ലി ഡിലൈഡ് ഇൻ കംപ്ലൈയിങ് വിത്ത് ദ അഷ്വറൻസ് ഓഫ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി എന്നുള്ളതാണ് അമിത്ഷായുടെ മറുപടി. അത്രമേൽ വലിയ വീഴ്ചയായി കേന്ദ്രം ഈ കാലതാമസത്തെ കാണുന്നു. ഇതിപ്പോൾ ഇത് തന്നെയാണ് കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ പോയി പറയുന്ന കാര്യങ്ങൾ വിശുദ്ധവാക്യമായി എടുക്കണമെന്നാണ് ശ്രീ പ്രശാന്ത് മലവേൽ നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്താണ് കാലതാമസം? ജൂലൈ 30 സംഭവം ഉണ്ടാവുന്നു, ആഗസ്റ്റ് 17 റിപ്പോർട്ട് സമർപ്പിക്കുന്നു, അതിനുശേഷം നവംബർ 13 വീണ്ടും ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചു. അതിനുശേഷം ഇപ്പം സമീപ ഡേറ്റ് കൃത്യമായിട്ട് നവംബർ 13 വീണ്ടും PDNA സമർപ്പിക്കുന്നു. അപ്പോൾ PDNA സമർപ്പിച്ചത് വൈകിപ്പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നേരത്തെ സമർപ്പിച്ച ആഗസ്റ്റ് 17 സമർപ്പിച്ച റിപ്പോർട്ട് എവിടെ? നവംബർ 13 സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം എവിടെ? ആ സഹായം അവിടെ നിൽക്കട്ടെ, അതൊന്നും അനുവദിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇപ്പോൾ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം അനുസരിച്ച് L3 പ്രഖ്യാപിക്കാൻ എന്താ ബുദ്ധിമുട്ട്? L3 പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് സംസ്ഥാനത്തിന് സഹായമൊന്നുമില്ലാതെ നടത്താലോ. പിന്നെ L3 പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആഘാതം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രത്തിന് പറയാൻ കഴിയുമോ? അത് BJPയുടെ പ്രതിനിധി ഇവിടെ പറയണം. BJPയുടെ പ്രതിനിധി എന്നാ പറ, L3 പ്രഖ്യാപിക്കാൻ ആവശ്യമായ ദുരന്തമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറ. അങ്ങനെ പറയാൻ കഴിയുമോ? ഇപ്പം നൈസമോളെ എടുത്തിട്ട് ആശ്ലേഷിച്ചു അല്ലേ, അത് വലിയ റീൽസൊക്കെ ആയിട്ട് രാജ്യം മുഴുവൻ ഓടിച്ചു. ആ നൈസമോൾക്ക് ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അണിനിരക്കേണ്ടി വരുന്നൊരു ചിത്രം ഉണ്ടാവുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് വേണമെങ്കിൽ ആളുകളുടെ ലോൺ എഴുതിത്തള്ളാം, വായ്പ എഴുതിത്തള്ളാം, അങ്ങനെ ജനങ്ങളെ സഹായിക്കാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ എന്തെല്ലോ പിടിപ്പുകേട് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് സഹായിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ ഭാഗത്തെ കുറിച്ചൊന്നും അവരൊന്നും പറയുന്നില്ല. ഇത് തന്നെയാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ കോടതി ഇത് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന കാര്യത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വലിച്ചെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോയി ഇത്രമാത്രം സമയം കളയാനുള്ള ഒരു അവസ്ഥ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണോ? കേന്ദ്ര ഗവൺമെന്റ് സംവിധാനമില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ദേശീയ ദുരന്ത നിവാരണ സമിതിയും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയും ഉദ്യോഗസ്ഥന്മാരും പരിവാരങ്ങളും എല്ലാം തമ്പടിച്ചല്ലോ അവിടെ വന്നിട്ട്. അത് കൂടാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ CMDRFിലുള്ള 1700 കോടി അതിന് പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ലല്ലോ, അത് എടുത്ത് ചെലവഴിക്കാമല്ലോ. മാത്രമല്ല അതിലൊരു 500 കോടി എന്ന് പറയുന്നത് വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള ആളുകൾ കൈയഴിച്ചു കൊടുത്ത സഹായമാണ്. അല്ല, അതിപ്പം എന്തെങ്കിലും വകമാറ്റി ചെലവഴിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ചെലവഴിച്ചില്ല എന്നാണ്. ആ കാര്യങ്ങൾ മാത്രം ചെലവഴിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനം എത്ര ശതമാനം ചെയ്യാൻ വേണ്ടി കഴിയും? ഞങ്ങൾ ആ പണം ചെലവഴിക്കില്ല എന്നല്ലല്ലോ. ആ പണം ചെലവഴിക്കില്ല എന്ന് പറഞ്ഞോ ഗവൺമെന്റ്? 132 പേർക്ക് 10,000 രൂപ വെച്ച് ആദ്യഘട്ടത്തിൽ സഹായം കൊടുത്തു. കൊടുത്തില്ല എന്നല്ല പറയുന്നത്. 100 രൂപ വെച്ച് ഓരോ കുടുംബത്തിനും 3 മാസം കൊടുത്തു. മരണപ്പെട്ട ആളുകൾക്ക് 6 ലക്ഷം വെച്ച് കൊടുത്തു. 807 കുടുംബങ്ങൾക്ക് വീട്ടിൽ മാറി താമസിക്കാൻ ആവശ്യമായിട്ടുള്ള വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ കേന്ദ്രം NDRF വന്നതിന്റെ, ഹെലികോപ്റ്റർ വന്നതിന്റെ, ബെയിലി പാലം കെട്ടിയതിന്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കും? ഇല്ല, നിങ്ങൾ കേന്ദ്രം എന്ത് സഹായം വയനാടിന് മാത്രമായി കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഒരു പട്ടിക പറഞ്ഞിട്ട് CMDRF ചെലവാക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ചെലവാക്കില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു ഇരട്ടത്താപ്പിലെ ചെലവാക്കില്ല എന്ന് പറഞ്ഞില്ല. ഇവിടെ വയനാട് സംഭവിച്ചത് ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കണമെങ്കിൽ CMDRFിലെ പണം മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ വിവേചനമില്ലാതെ കേരളത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ തർക്കമില്ല എന്ന് പ്രശാന്ത് മലവയലിനോട് ചോദിച്ച ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ CMDRFിൽ പണം പിടിച്ചു വെച്ചിരിക്കുന്നു, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. CMDRFിൽ ഒരു പണവും പിടിച്ചു വെക്കുന്നില്ല. ഏതെങ്കിലും ഒരു വാക്ക് കട്ടിയിൽ പറയുമ്പോൾ തീരുന്ന പുകമറയൊന്നും ഇവിടെ ഇല്ല. ഇതിൽ
ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് CMDRF-ൽ നിന്ന് പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ എനിക്ക് തർക്കമല്ലെന്നേ. ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ വായിച്ചത്. ഞാൻ ഇവിടെ പറഞ്ഞു, CMDRF-ലെ പണം കൊടുക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? CMDRF-ലെ പണം ചെലവഴിക്കാത്തത് കൊണ്ട് കേന്ദ്രത്തോട് സഹായത്തിന് ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണ്? എനിക്ക് തർക്കമില്ല, ഞാൻ പറഞ്ഞില്ല. ആ കാര്യം പറയുന്നത് നിങ്ങൾ ഈ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ആ പണം ഒന്നും എടുത്ത് എവിടെയും പോകുന്നില്ല. കൂട്ടിവെക്കാനുള്ള പണമാണോ? അത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കേരളത്തിന്റെ ആവശ്യമല്ലേ? കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. വയനാടിന്റെ ആവശ്യങ്ങൾക്ക് 500 കോടി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുണ്ട്. ചെയ്യാൻ കഴിയുന്നതിൽ എന്ത് ചെയ്തു? ചെയ്യില്ല എന്ന് പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. CMDRF-ലെ 500 കോടി അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പുനരധിവാസ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെന്തിനാണ് അതിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച? ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. CMDRF-ലെ പണം ചെലവഴിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. CMDRF-ൽ പണമില്ല എന്ന് പറഞ്ഞിട്ടില്ല. CMDRF-ലെ പണമെല്ലാം വയനാട് ദുരിതബാധിതർക്കും മറ്റാളുകൾക്കും കാലതാമസം വരുത്തുന്നു എന്നുള്ളതല്ലേ അങ്ങയുടെ ആരോപണം? ഒരിക്കലുമല്ല. BJP-യോട് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയോടും ചോദിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നേ. നിങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. CMDRF-ലെ പണം ചെലവഴിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അവർ പറയുന്നത്. പണത്തെ കേന്ദ്ര സഹായം തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. 4.5 മാസത്തെ കാലതാമസം കേന്ദ്രം ചെയ്യുന്നത് ദുരിതബാധിതരോടുള്ള കൊഞ്ഞനം കുത്തലാണ്, അവരോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് സംസ്ഥാനം പറയുമ്പോൾ CMDRF-ൽ പൂർത്തീകരിക്കട്ടെ. CMDRF-ൽ വയനാടുമായി ബന്ധപ്പെട്ട് മാത്രം ജനം കൈയച്ചു കൊടുത്ത സഹായത്തിന്റെ കോടികൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചെലവഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെലവഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുപോലെയാണ് ജനങ്ങൾക്ക്. ഒരിക്കലും ഒരുപോലെയല്ല. നിങ്ങൾ സമ്മതിക്കില്ല എന്നേ ഉള്ളൂ. ഒരിക്കലും ഒരുപോലെയല്ല. അതായത് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനം നടത്താം. CMDRF-ലെ 500 കോടി മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കാര്യമായ സഹായങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ആ സഹായത്തിന് ശമ്പളം വീണാലേ പറ്റുള്ളൂ. ശമ്പളം വന്നാലേ ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ ഇനം കഴിയാൻ ഇന്നത്തെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെലവഴിക്കാനുള്ള എന്തിനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഒറ്റ കാര്യം കൂടി, മറ്റൊരു കാര്യം ഇവിടെ രാജു പി നായർ പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലാണ് എന്നാ പറയുന്നത്. ഒറ്റ മിനിറ്റ്. രാജു പി നായർ പറയുകയാണ് സംസ്ഥാന ഗവൺമെന്റ് വീഴ്ചയുണ്ട്. എന്താ വീഴ്ച? അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായെന്നും അതിനകത്ത് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നൊക്കെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു. അത് തന്നെയാണ് നേരത്തെ അമിത്ഷായും BJP പറഞ്ഞത്.